ദ ഇംപെറിഷബിൾ ക്രൗൺ, വാടാത്ത കിരീടം. ദ ക്രൗൺ ഓഫ് ഇൻകറപ്ഷൻ എന്നും അതിന് പറയും. 1 കൊരിന്ത്യർ 9:24-25 ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. പല കിരീടങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്ത് പഠിപ്പിക്കുന്ന സമയങ്ങളാണ് ഇത്. ഈ 5-ാമത്തെ കിരീടം ഇംപെറിഷബിൾ ക്രൗൺ, ഇത് വാടാത്ത കിരീടമാണ്. നമ്മൾ കിരീടങ്ങളെന്ന് പറയുമ്പോൾ നമുക്കെല്ലാം മനസ്സിൽ ഓർമ്മ വരുന്നത് ഒളിമ്പിക്സിൽ അവിടെയുള്ള കിരീടത്തിന് വേണ്ടി ഓടുന്നവരുണ്ട്. ഒളിമ്പിക്സിൻ്റെ ടൈമിലൊക്കെ അന്ന് ഏൻഷ്യൻ ടൈംസിൽ ഒളിമ്പിക് ഗെയിംസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് കാലങ്ങളിൽ ജയിക്കുന്നവർക്ക് ഇല കൊണ്ടുള്ള അല്ലെങ്കിൽ പൂക്കൾ കൊണ്ടുള്ള അല്ലെങ്കിൽ വൈൻ ലീവ്സ് കൊണ്ടുള്ള റീത്ത് പോലെ ഉണ്ടാക്കി വെച്ച് തലയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണത്. അത് ഇന്നും ഒളിമ്പിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രതിച്ഛായയായിട്ട് അവർ വിളക്ക് കത്തിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അന്ന് പണ്ട് കാലത്തിൽ ഏറ്റവും വലിയ ഒരു സുവിശേഷതയാണ് ഈ ഒളിമ്പിക് ഗെയിംസിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്ത് വിടുക. അപ്പോൾ ഈ ഒളിമ്പിക്സിന് കിട്ടുന്ന കിരീടങ്ങൾ ഇല കൊണ്ടുണ്ടാക്കിയതാകിയാൽ അത് പെറിഷബിളാണ്. അത് ഒരാഴ്ച കഴിയുമ്പോൾ അത് കരിഞ്ഞ് ഇല്ലാതാകും. പക്ഷേ പൗലോസ് പറയുന്ന വേറൊരു കിരീടത്തെക്കുറിച്ച്, വാടാത്ത കിരീടം. അത് കിരീടം ഒരിക്കലും വാടുന്നില്ല. അത് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കേണ്ടതാണ്. 1 കൊരിന്ത്യർ 9:24-25 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നുള്ളൂ. അപ്പോൾ ഇതിച്ചിട്ട് പ്രധാനപ്പെട്ടാണ്. ഇതെല്ലാവർക്കും കിട്ടത്തില്ല. ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടും. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ മാരത്തോൺ ഓടാനൊക്കെ തുടങ്ങുമ്പം 1000 പേര് തുടങ്ങും, പിന്നെ അതൊരു 500 ആകും, പിന്നെ അതൊരു 200 ആകും, പിന്നെ 100 ആകും, പിന്നെ ലാസ്റ്റ് റൗണ്ടിലൊന്നും വരുമ്പോഴത്തേക്ക് ആരും ഇല്ല. പിന്നെ എങ്ങനെയോ ഒരാൾ മാത്രം മുമ്പിൽ വന്ന് ചെയ്യുമ്പോൾ അവനാണ് ക്രൗൺ കിട്ടുന്നത്, കിരീടം കൊടുക്കുന്നത്, ഒരാൾക്ക് മാത്രം. അത് ലോകത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആത്മീയ ഗോളത്തിൽ അങ്ങനെ തന്നെയാണ് പൗലോസ് പറയുന്നത്. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നെങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ല. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതായത് ഒളിമ്പിക്സിൽ ഓടാൻ പോകുന്നവന് 1 വർഷം മുമ്പ് കുറഞ്ഞത് ട്രെയിനിങ് ആണ്. വർഷങ്ങളല്ല, 1 വർഷമല്ല. ചെറുപ്പത്തിൽ തൊട്ടേ ഇപ്പോൾ ട്രെയിനിങ് നമുക്ക് കൊടുക്കുന്നത് കാണാം. ഈ ജിംനാസ്റ്റിക്സും അതുപോലെ തന്നെ സ്വിമ്മിങ്ങിന് പോകുന്നതൊക്കെ കൊച്ചു പിള്ളേരെ തൊട്ടേ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അന്നും അങ്ങനെയൊക്കെ തന്നെ. കുറഞ്ഞത് 1 വർഷത്തെ റിഗറസ് ട്രെയിനിങ്. അവരുടെ ഭക്ഷണ രീതി, അവർ ഉറങ്ങുന്നത്, അവരാരോട് അസോസിയേറ്റ് ചെയ്യുന്നു, എത്ര മണിക്കൂർ ഉറങ്ങണം, എത്ര കളിക്കണം, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്ത് വളരെ സ്ട്രിക്റ്റാണ്. നമ്മൾ ഈ അത്ലറ്റ്സിനെ കാണുമ്പോൾ അവർ വലിയ കാര്യം നേടിയെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള പ്രയത്നം എത്രമാത്രം റിഗറസ് ആണ് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെയാണ് ആത്മീയ ഗോളത്തിൽ വാടാത്ത കിരീടം പ്രാപിക്കേണ്ടവൻ അശ്രദ്ധയായിട്ടിരുന്നാൽ ഈ കിരീടം കിട്ടത്തില്ല. ഈ കിരീടം കിട്ടണമെങ്കിൽ അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജന ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടം, നാമോ വാടാത്തത് പ്രാപിക്കുന്നു. എന്ത് കിരീടമാ? ദൈവം തരുന്ന കിരീടം വാടത്തില്ല. നമ്മൾ 100 പേർ ഓട്ടത്തിൽ ഓടാൻ തുടങ്ങി, എല്ലാവർക്കും എൻകറേജ്മെൻറ്റ് കിട്ടി, എല്ലാവരും തുടങ്ങി. പക്ഷെ അവസാനം ജയിച്ചു കയറുന്നവനാണ് ഈ വാടാത്ത കിരീടം കൊടുക്കുന്നത്. ആ ഒരു കിരീടം ഒരിക്കലും മാറുന്നില്ല. അതെന്നും അത് കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റ് കിരീടങ്ങളൊക്കെ തീ കത്തിക്കണം. പലപ്പോഴും പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണും കിരീടങ്ങൾ തലയിലിരിപ്പുണ്ട്, പക്ഷെ അതപ്പടി പൊടി പിടിച്ച് ക്ലാവ് പിടിച്ച് ആരും അറിയാതെ ചിലരുടെ തലത്ത് അവിടെ ഇരിപ്പുണ്ട്, മാറ്റി വെച്ചിരിക്കുകയാണ്. തലയിൽ വെക്കാൻ പേടിയാണ്. പലരും അക്കൂട്ടത്തിലാണ്. നമുക്ക് ഈ കിരീടമൊക്കെ തന്നിട്ട് നിനക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല, പിന്നെ എന്തിനാണ് വാങ്ങിച്ചെടുക്കുന്നത്? നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവം. അതുകൊണ്ട് വാടാത്ത കിരീടം പ്രാപിക്കേണ്ടിയവന് പല കാര്യങ്ങളിലും വർജനം ആചരിക്കണം. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലുള്ള ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ഈ യുദ്ധമാണെന്ന് പറഞ്ഞാൽ ഈ ആത്മീയ ഗോളം, ഈ നമ്മളീ ഇവിടങ്ങളിലൊക്കെയുള്ള പ്രസംഗത്തിൽ ഒത്തിരി അതിശയങ്ങൾ നടക്കുന്നു, അവരത് നേടി ഇത് നേടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നിയത് വളരെ ഈസിയാണെന്ന്. ഞാൻ അവരെ വിധിക്കുന്നില്ല. പക്ഷേ ആത്മീയ ഗോളത്തിൽ ജയത്തോട് നിൽക്കുന്നവൻ, തീച്ചൂളയിൽ നിൽക്കുന്നവനെ നിൽക്കാനൊക്കത്തുള്ളൂ. തീച്ചൂളയില്ലാത്തവൻ്റെ നിലനിൽപ്പ് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വാടി അങ്ങ് പോകുന്നുള്ളത് സംശയമില്ല. അപ്പോൾ അന്ത്യത്തോളം വിശ്വസ്തത ആർക്കാണ് ആ കൃപ കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് വിധിക്കാനൊക്കത്തില്ല.
ലെറ്റ്സ് ബി ഹമ്പിൾ. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവ് ഈ കിരീടങ്ങളൊക്കെ പ്രാപിച്ചെടുക്കുന്നിടം വരെ എന്നെ വീഴാതെ നീ സൂക്ഷിക്കണമേ. നിവർന്ന് നിന്നിട്ടല്ലേ വീഴത്തുള്ളൂ. നിവർന്ന് നിൽക്കാതെ കർത്താവിൻ്റെ കാൽപ്പാത്തിൽ ചെന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് കർത്താവ് പറയുന്നത്? മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന്. ഇതാണ് അധികം പേര് സുവിശേഷം പറയേണ്ടെന്ന് നമ്മുടെയൊക്കെ സഭകളിൽ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു റീസൺ ഇതാ. മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ ശേഷം, പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. എന്താണ്? അതായത് നമ്മുടെ ജഡത്തിനൊരു ശരി, നമുക്ക് ഇന്ന് അവിടെ പോയി അത് പോയി ഒന്ന് കഴിക്കണം, ഒരു വയറ് തന്നെ ഇച്ചിരും കൂടെ കഴിക്കണം, അതിനെന്നെ ഇച്ചിരി കൂടെ നാളെ അവിടെ പോകണം. ഒരു സ്ത്രീയെ ഒന്ന് നോക്കണം, ഒരു പ്രാവശ്യം നോക്കി വരും, അന്ന് 2 പ്രാവശ്യം നോക്കണം, എന്നാൽ നാളെ ഒന്ന് അവരുടെ വീട്ടിലൊന്ന് പോകണം. ചിന്തകളെല്ലാവർക്കും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഈ ദുഷ്ടൻ്റെ തന്ത്രങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കൂടി ഇത് കയറി വരും. ബി വിജിലൻറ്റ്, ബി അലേർട്ട്. ഒരു നിമിഷം മതി താഴെ വീഴാൻ. പക്ഷെ താഴെ വീഴാതെ സൂക്ഷിക്കുന്ന വൻകരം, അവൻ്റെ ശാശ്വത ഭുജം നമുക്ക് വേണമെന്നുള്ള ആശ്രയിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ വീഴാതെ അവൻ കൊണ്ട് നടക്കും. അത് ദൈവത്തിൻ്റെ പ്രിറോഗേറ്റീവാണ്. അവനത് ചെയ്തെടുക്കും. നമ്മളത് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളോട് ദൈവം പറയുന്നത്, ഹിയർ പോൾ കമ്പയർസ് റിഗറസ് അത്ലറ്റിക് ട്രെയിനിങ് വിത്ത് ദ സെൽഫ് കൺട്രോൾ റിക്വയർഡ് ഫോർ ക്രിസ്ത്യൻ ലിവിങ്. അതായത് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നവന് അങ്ങേയറ്റം സ്വയമേ നിയന്ത്രിക്കാൻ പഠിക്കണം. അതാണ് ഈ 10 ഫലങ്ങളെ കണ്ട്: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. അപ്പോൾ സ്നേഹത്തിൽ തുടങ്ങി ഇന്ദ്രിയ ജയത്തിലാണ് എത്തുന്നത്. ഈ 9 എണ്ണവും ഇന്ദ്രിയ ജയത്തിനകത്ത്, സ്നേഹത്തിനകത്ത് നിൽക്കണം. മനസ്സിലായോ? സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പോൾ ഈ സ്നേഹത്തിൽ തുടങ്ങുന്നത് ഇന്ദ്രിയ ജയത്തിനകത്തല്ല നിൽക്കുന്നതെങ്കിൽ വീണുപോകും. മ്ലേച്ഛത കയറും, ദുഷ്ടത വരും, അന്ധകാരശക്തിക്ക് അടിമയാകും, വഴിതെറ്റിയ വഴിയിൽ പോകും, പണം വേണ്ടാത്ത തരത്തിൽ കയറ്റിക്കൊണ്ടുവരും, കാണണ്ടാത്തത് കാണാൻ തുടങ്ങും. ഇതെല്ലാം ഇതിനകത്ത് ഈ സെൽഫ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് ചോദിച്ച് വാങ്ങിക്കുക ദൈവത്തോട്. ഇതെല്ലാം ഒറ്റമൂലി, ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ പറയുന്നു, ഒറ്റമൂലി പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുകയാണ്. അല്ല നമ്മൾ വിചാരിച്ചാൽ ഒരിടത്ത് വലിയുമ്പോൾ മറ്റിടത്ത് താഴാൻ തുടങ്ങും. കണ്ടിട്ടുണ്ടോ? ക്ഷമയുണ്ട്, ക്ഷമ പഠിക്കാൻ തുടങ്ങി, ക്ഷമ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളാതെ വരാം. കണ്ടിട്ടുണ്ട്? ദേഷ്യമുള്ളപ്പോൾ അവന് ഇച്ചിരൂടെ കാര്യം നേടുമായിരുന്നു. ഇപ്പോൾ ക്ഷമിച്ച് ഇപ്പോൾ ഒന്നിനും കൊള്ളാതെ വരായി. സി ദർ ഈസ് ദ ബാലൻസ് കൊണ്ടുവരണം. അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? പരിശുദ്ധാത്മാവിനെ അറിയത്തുള്ളൂ. യേശുക്രിസ്തു ദേഷ്യപ്പെടുത്തില്ലെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നല്ല ശക്തമായിട്ട് ദേഷ്യപ്പെടുന്ന യേശുവാണ്, ആവശ്യമുള്ളപ്പം മാത്രം. പക്ഷെ സ്നേഹത്തോടെയാണ്. മനുഷ്യൻ ദേഷ്യപ്പെടുന്ന പോലെയല്ല. സോ ഏതൊരു വികാരവും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടു. എനിക്ക് ദേഷ്യമുള്ള വ്യക്തിയാണ്, പക്ഷെ എൻ്റെ ദേഷ്യസ്വഭാവമാണ് ഇന്നിപ്പോൾ മിനിസ്ട്രിക്ക് ഉപയോഗിക്കുന്നത്. ഐ ആം എ വെരി റിഗറസ് പേഴ്സൺ. ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഒരു പോക്കാണ്, അത് ചെയ്യും ഞാൻ. ആ ക്യാരക്ടർ ഇപ്പം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. സോ ഐ ഹാവ് നോട്ട് ചേഞ്ച്, ബട്ട് ഹോളി സ്പിരിറ്റ് ഹാസ് ചേഞ്ച്ഡ് ഇറ്റ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അത്രയേ ഉള്ളൂ. എൻ്റെ വ്യക്തിത്വത്തെ മാറ്റിയില്ല, ആ വ്യക്തിത്വത്തെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വാടാത്ത കിരീടമൊക്കെ നമുക്ക് പ്രാപിക്കാവുന്നതേ ഉള്ളൂ പരിശുദ്ധാത്മാവുള്ളപ്പം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ റിഗറസ് ട്രെയിനിങ് തരും. ഇപ്പോൾ ഭക്ഷണം കഴിക്കണ്ട, എനിക്ക് ഭക്ഷണം കഴിക്കാൻ റെക്കോർഡിങ്, ഞാൻ രാവിലെ തൊട്ട് ഇന്നേരം വരെയും ഭക്ഷണം കഴിക്കാതെ തന്നെയാണ് ഇരിക്കുന്നത്. ഐ ഗെറ്റ് ദ എനർജി ഫ്രം ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് കഴിയുമ്പോൾ നാളെ റെസ്റ്റ് എടുക്കും, അത് വേറെ കാര്യം. ബട്ട് ദ പവർ കംസ് ഫ്രം എബവ്. ദൈവത്തിൻ്റെ ഒരു ശക്തി നമ്മളിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ നമുക്ക് വചനം പറയാൻ ഒക്കുന്നത്. അത് 2 തരത്തിൽ. ഇപ്പം വലിയ തിയോളജി പഠിച്ച് നമ്മൾ അങ്ങേയറ്റം ബൈബിളെല്ലാം വായിച്ചിട്ട് ഒരാൾ മണിക്കൂറുകളോളം പ്രസംഗിക്കുന്നു. അങ്ങേപ്പുറത്ത് ഒരൊന്നും വലിയ കാര്യം അറിയാൻ വയ്യാത്ത ഒരാൾ, പഠിത്തമൊന്നും ഇല്ലാത്ത ഒരാൾ കർത്താവിനെക്കുറിച്ച് അനുതാപ പ്രസംഗം അപ്പുറത്ത് പ്രസംഗിക്കുന്നു. പക്ഷേ എൻ്റെ റിസൾട്ടിൽ ഈ ഒന്നും അറിയാതെ ദൈവത്തെ മാത്രം ആശ്രയിച്ചവൻ്റെ പ്രസംഗം കേട്ടാണ് അനേകരും രക്ഷിക്കപ്പെടുന്നത് എന്നൊരാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ. അത് പൗലോസ് ഈ
ഗമാലിയലിൻ്റെ മുമ്പിലിരുന്ന് ഒത്തിരിയും വചനം പഠിച്ച് തോറ പഠിച്ച ആളാണെങ്കിലും കർത്താവ് വന്ന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് പൗലോസിന് കണ്ണ് അന്ധമാക്കിയേച്ച് അനാനസ് എന്ന് പറഞ്ഞ ഒരു പ്രോഫറ്റ് വന്ന് പ്രാർത്ഥിച്ചു. സാധാരണ ഒരു പ്രോഫറ്റ് വന്ന് പ്രാർത്ഥിച്ചു, കണ്ണിന് തിമിരം മാറ്റിക്കൊടുത്തു. അത് കഴിഞ്ഞ് 3 വർഷം മരുഭൂമി സൗദി അറേബ്യ കൊണ്ടുപോയിട്ട് അവിടെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് പൗലോസിനെ കൊണ്ട് പ്രസംഗിപ്പിച്ച്. ആരാ പഠിപ്പിച്ച്? യേശു. അല്ല, ആരാ പഠിപ്പിച്ച്? മോശ ആരാ പഠിപ്പിച്ച്? ദൈവം. ആരല്ല പഠിപ്പിച്ച്? എന്നെ ആരാ പഠിപ്പിച്ച്? ദൈവം തമ്പുരാന്. ശരിയാണ്, സഭകളിൽ കൂടെ പഠിക്കുന്നുണ്ട്, ഞാൻ ബൈബിൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഐ റിമെമ്പർ ക്ലിയർലി വൺ നൈറ്റ്, ഒരു ദിവസം കർത്താവിൻ്റെ അടുക്ക വന്ന ഒരു ദിവസം കൊണ്ട് ഐ റിയലി സീ ഹിം. നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ വളരെ മെലിഞ്ഞ ഒരു യേശുവാണ്. എൻ്റെ അടുക്ക വന്നിരുന്നേച്ച് പുതിയൊരു വേദപുസ്തകമാണ്. താളുകളിങ്ങനെ 1 തൊട്ട് അവസാനം വരെ ഇങ്ങനെ മറിഞ്ഞു പോകുന്നതിൻ്റെ രാത്രി കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ ബൈബിളും എന്നെ പഠിപ്പിച്ചു ദൈവം. എന്നാണെല്ലാം ഞാൻ പഠിച്ചോ? ഇല്ല. ബട്ട് അന്ന് ദൈവം ഇട്ട വിത്തിൽ ഇന്ന് ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ തീഷ്ണത ദൈവമാണ് അന്ന് ഇട്ട് തന്നത്. ഹി ബിക്കെയിം മൈ ടീച്ചർ. അവിടെ വചനം ഇഷ്ടം പോലെ സൗദി അറേബ്യ വെച്ച് പഠിക്കാനിടയായി. അധികം ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവരുടെ കൂടെ തന്നെ നിന്ന് വർഷങ്ങളോളം പഠിച്ചു കഴിഞ്ഞിട്ടാണ് TV മിനിസ്ട്രി തുടങ്ങിയത്. ചുമ്മാ ഒന്നുമല്ല. ഒരു ഡിഗ്രി തരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രി തരേണ്ടത് എനിക്ക് തന്നെയാണ്. അതുപോലെ പഠിച്ചിട്ടുണ്ട്. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാളെ തിരഞ്ഞെടുത്തുകൊണ്ട്, ഒരാളെ ഒരു ദിവസം കൊണ്ട് വേദപുസ്തകം കാണിച്ചെന്ന് പറഞ്ഞാലും കാലാകാലങ്ങളിലെടുത്ത് പഠിച്ച് അതിൽ നമ്മൾ പക്വതയുള്ളവരാകുമ്പോഴാണ് മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് TV മിനിസ്ട്രി തുടങ്ങിയത്. ഇത് 35 വർഷം മുമ്പ് 30 വർഷം മുമ്പ് ഒരു അമേരിക്കൻ കപ്പിള് അവരെന്നെക്കുറിച്ച് പ്രൊഫസി ചെയ്ത് പറഞ്ഞു, നിങ്ങൾക്കൊരു TV മിനിസ്ട്രി ഉണ്ട്, 2 സൈഡിൽ നിന്നും വെള്ളം ഇങ്ങനെ വന്നിട്ട് വെള്ളം പൊങ്ങി വരുന്നത് കാണുന്നെന്ന് അവരന്ന് പറഞ്ഞു. നമ്മളന്ന് അത്ര കാര്യമായിട്ട് ചിന്തിച്ചില്ല. പക്ഷേ ദൈവം പ്രവർത്തിക്കേണ്ടിയപ്പം പ്രവർത്തിച്ചു. ഇനിയുണ്ട്. ഇനി എനിക്ക് വേറൊരു മിഷനുണ്ട്. ഓപ്പൺ ഫീൽഡിൽ വചനം പറയാനുള്ള ഹൃദയം. ആളുകൾ വേണമെന്നൊന്നുമല്ല, ഓപ്പൺ അറ്റ്മോസ്ഫിയറിനോട് പറയാനുള്ളൊരു കൃപ. അത് ദൈവം ഉടനെ തരുന്നതായിരിക്കും. ദൈവത്തിൻ്റെ വചനം ഇടുക എന്നേ പറയുന്നുള്ളൂ, എതിറുക, ആരെ കേൾക്കുന്നതെന്നുള്ളതല്ല. അത് ദൈവത്തിൻ്റെ ജോലി. കർത്താവ് നമുക്ക് വാടാത്ത കിരീടം തന്നിട്ടുണ്ട്. an imperishable crown and the crown of life are rewards for steadfastness. Christians should lay aside every weight and sin which clings so closely and run with endurance the race that is set before us, looking to Jesus, the founder and perfecter of our faith. ഇബ്രായ ലേഖനം 12:1-2. അതായത് ഈ കിരീടങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടിയവന് ഈ പലതിലും ചെന്ന് തലയിടേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിനെ മാത്രം നോക്കുക. ഇബ്രായ ലേഖനം 12 ഇതൊക്കെ എന്തോരം മനോഹരമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞിരുന്നു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്കും ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും, എന്ത് ഭാരമാ, പ്രശ്നങ്ങളാണ്, ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നതിന് യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. അവിടെ പിന്നെ 4 പറയുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. കർത്താവ് ശിക്ഷിച്ച് പഠിപ്പിക്കും. ഇതിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്ത് മനോഹരാഭിച്ചൻ്റെ കിരീടങ്ങളെക്കുറിച്ച്. ഓരോ കിരീടം ഒന്ന് മാറി തലയിൽ വെച്ച് തരുമ്പോൾ ഞങ്ങൾ കൂടുതൽ വിനയപ്പെടും. പക്ഷെ ഞങ്ങളുടെ നട്ടല് നൂർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അല്ലെ തലയിൽ വെക്കുന്ന കിരീടം വീണു പോകുമല്ലോ. ഈ കിരീടങ്ങൾ ഓരോന്നായിട്ട് തലയിൽ വെച്ച് തരുന്നത് ഞങ്ങൾ നിൻ്റെ കാൽപ്പാദത്തിൽ അങ്ങ് വെച്ച് തരികയാണ്. വെളിപ്പാടി പറയുന്നത് പോലെ 24 മൂപ്പന്മാർ അവരുടെ തലയിൽ വെച്ച കിരീടങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ചെയ്യുകയാണ്. എത്രയോ കിരീടങ്ങൾ വേദപുസ്തകത്തിൽ കിടക്കുന്ന കർത്താവെ, അവയൊക്കെ പ്രാപിച്ചെടുക്കാൻ ഈ പറഞ്ഞു തന്നതെങ്കിലും ഒന്ന് പ്രാപിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒന്നൊന്നായിട്ട് വന്നോളും. ഇത്രയും പരിജ്ഞാനം ഞങ്ങൾക്ക് തന്നതിന് സ്തോത്രം. ഇത്രയും മൂല്യങ്ങൾ, മുത്തുകൾ, സത്യങ്ങൾ, ഡയമണ്ട്സ്, പ്രഷ്യസ് മെറ്റൽസ് ഇതിനകത്തുനിന്ന് പൊക്കിയെടുത്ത് തന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ കേൾക്കുന്നവരാക്കാതെ പ്രാപിച്ചെടുക്കുന്നവരാക്കി എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് തന്നെയല്ല, ഈ ഒരു കിരീടം തലമുറകളിലേക്ക് പാസ് ചെയ്യാൻ തക്കവണ്ണം ഇടയാക്കണമേ. അങ്ങനെയാണല്ലോ അപ്പച്ചൻ ചെയ്യുന്നത്. കർത്താവേ, രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഞങ്ങളെക്കൂടെ ഓർക്കണമെന്ന് വലതുഭാഗത്തെ കള്ളൻ പ്രാർത്ഥിച്ച അന്നേരം സംഭവിച്ചു.
ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കുക. ഞങ്ങളിലൊക്കെ തരുന്ന ഈ പ്രയത്ന ഫലത്തിൻ്റെ ഒരു കിരീടം നീ തരുന്ന തലമുറകളിൽ പാസ് ചെയ്യാൻ അവരിലേക്ക് പുതിയ ഹൃദയം നട്ടുകൊടുക്കണം. നീയും അവരുമായിട്ടുള്ള ഉടമ്പടി ഉറപ്പിക്കണമേ. തിരിച്ചു കൊണ്ടുവരുന്ന സ്നേഹത്തിന് നന്ദി. സ്നേഹത്തോടെ അവർ കടന്നു വരുന്നതിന് നന്ദി. നിന്നിലാകുന്ന ഈ മഹാഭാഗ്യം ഭൂമിയിൽ വെച്ച് ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. സ്വർഗത്തിൽ എന്നും വസിക്കേണ്ട ഞങ്ങൾ ഭൂമിയിൽ നിന്നോട് കൂടെ ചേർന്ന് ആത്മാവിൽ വസിക്കാൻ അവസരം തരുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.